എല്ലാ സസ്യങ്ങളും വളരുന്നത് വേനൽക്കാലത്താണ്. മഴക്കാലത്ത് ഒരു സസ്യങ്ങളും വളരുകയില്ല. എൻ്റെ അറിവ് വെച്ചാൽ പറയുന്നത് സസ്യങ്ങൾ വളർത്താൻ ഏറ്റവും നല്ല വേനൽക്കാണ്. വേനൽക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ പോഷക മൂല്യങ്ങൾ മുഴുവൻ അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കണം, എന്നാലേ കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ കൊണ്ടുപോയി മഴക്കാലത്ത് കൊണ്ടുപോയി ഏത് വളം കൊടുത്താലും ഈ സാധനം വലിക്കത്തില്ല. ഇപ്പം അവൻ കറക്റ്റ് അവന് കിട്ടിയിരിക്കും. വേനൽക്കെന്ന് പറയുന്ന ഒരു തുള്ളി വെള്ളം ചെന്നാൽ ആ വെള്ളം വലിച്ചെടുക്കും. അല്ലാതെ മഴക്കാലത്ത് കൊണ്ട് നമ്മൾ കുറേ വളം കൊണ്ട് കൊടുത്തിട്ട് ഒരു സസ്യങ്ങളും വളരുകയല്ല. എൻ്റെ അറിവ് കേട്ടോ. മനസ്സിലായി. അപ്പോൾ വേനൽക്കാലത്ത് വേണ്ടിയ പോഷകഗുണങ്ങൾ ഇവന് നമ്മൾ വെള്ളം അടിക്കുന്ന കൂട്ടത്തിൽ ഇതുപോലെ ആ വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കൊടുക്കാനുള്ള ഏത് സാധനമാണോ അതും നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തോണ്ടിരിക്കണം. വെള്ളം ഒരു തുള്ളി ചെന്നാലും അവൻ വലിച്ചെടുക്കും. ആ കൂട്ടത്തിൽ ഈ നമ്മൾ കൊടുക്കുന്ന പോഷകവും അവൻ വലിച്ചെടുത്തോളും. ഞാൻ ഈ ബാക്ടീരിയകളൊക്കെ മുഴുവൻ വിടുന്ന വേനൽക്കാണ്. മഴക്കാലത്ത് ഒരു സാധനം വിടാറില്ല. ഞാനിവിടെ വീട്ടിൽ ചുമ്മായിരിക്കുകയുള്ളൂ. ഈ തണ്ടുതുരപ്പനെ നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല മാർഗം എല്ലാ ദിവസവും ഈ ഭാഗം നോക്കുക. ചരത്തിൻ്റെ ഏറ്റവും അറ്റം. കാരണം എന്താ വെച്ചാൽ തണ്ടുതുരപ്പൻ്റെ ആദ്യം വന്ന് തിന്നുന്നത്, ഫസ്റ്റിൽ തിന്നുന്നത് ഈ പൂവ് വിരിയുന്ന അടിയിലൊരു കായുണ്ട്. പൂവ് വിരിയുന്നിടത്തൊരു ചെറിയൊരു കുടമുണ്ട്. അത് തിന്നാനേ അവന് ശേഷിയുള്ളൂ അന്നേരം. അത് തിന്നിട്ടാണ് ഇച്ചിരി വളരുമ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴാണ് ഇവിടെ കയറുന്നത്. ഇവിടെ കയറി ഇവനെ ഇവിടെ അടിക്കും. ഇത് തിന്നു കഴിയുമ്പോൾ ഇവന് ആരോഗ്യമാകും. ഒരു ദിവസം ഇവിടെ ഇരുന്ന് തിന്നും. ഒരു ദിവസം പൂവിൻ്റെ അടിയിലത്തെ കുടത്തേല് ആ കുടം തിന്നിട്ട് ഇവിടെ കയറി ഇവിടെ തിന്ന് അതിൻ്റെ പിറ്റേ ദിവസം മൂന്നാം പൊക്കം തട്ടേക്ക്. അതിപ്പോൾ ഇവിടെ നോക്കിയിട്ട് അതനുസരിച്ച് മരുന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ എല്ലാ ദിവസവും നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ വാട്ടൽ പോലെ ശ്രദ്ധിക്കും. ചെറിയൊരു ഒരു കറവലുണ്ടാവും. അതിപ്പോൾ ഈ കാട്ടിലില്ല. ഒരു കറവൽ പോലെ ഇവിടെ കാണുന്ന അന്ന് മരുന്നടിച്ചോണം. കാരണം ഇവിടെ വെച്ചേ ഇവനെ കൊല്ലാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് പോയാൽ ഇവനെ കൊല്ലാൻ പറ്റിയല്ല. പൂവിൻ്റെ അടിയിൽ ചെറിയ കുടമുണ്ട്. ആ സാധനമാണ് ആദ്യം കഴിക്കുന്നത്. എന്താ എല്ലാ സയൻറ്റിസ്റ്റുകളോടും എനിക്കൊരൊറ്റ ചോദ്യമുള്ളൂ. ഒരു ചരത്തിൽ ഒരു പുഴ കയറാറുള്ളൂ. എന്താ കാരണമെന്ന് ഏത് സയൻറ്റിസ്റ്റ് വേണമെങ്കിലും അതിൻ്റെ ഉത്തരം പറയാം. രണ്ടെണ്ണം കയറിയാലാ? ഇല്ല. എവിടെയെങ്കിലും കയറിയിട്ടുണ്ടോ? ഇല്ല, ഒന്നേ കണ്ടിട്ടുള്ളൂ. അല്ല, എല്ലാ സയൻറ്റിസ്റ്റോടും ചോദ്യമാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ചരത്തിൽ ഒരു പുഴു മാത്രം കയറുന്നത്. നമ്മളിപ്പോൾ നൈട്രജൻ എടുക്കുന്നുണ്ടെങ്കിൽ നൈട്രജൻ ഒരു ചെടി വലിച്ചെടുക്കണം. അസിറ്റോബാക്ടീരിയ എന്ന് പറയുന്നത് ബാക്ടീരിയ ഉണ്ടെങ്കിൽ മാത്രമേ വരികയുള്ളൂ. അതിനകത്ത് നമ്മൾ കെമിക്കലുകളോ ഫംഗസുകളോ എന്തെങ്കിലും ഊറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയകൾ മുഴുവൻ ചത്തുപോയാൽ നമ്മൾ ഈ അസിറ്റോബാക്ടീരിയ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നൈട്രജൻ എന്തേറെ യൂറിയ വാരിയിട്ടാലും ഇവ മരിക്കുകയല്ല, ചെടി എടുക്കത്തില്ല. അതുപോലെ ഫോസ്ഫറസിൻ്റെ അതെ, പൊട്ടാഷിൻ്റെ അതെ, സിങ്കിൻ്റെ അതെ, ഇതെല്ലാം ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ മാത്രമേ ചെടികൾ വലിക്കുള്ളൂ. ഏത് വൃക്ഷങ്ങളും നമ്മൾ കൊണ്ട് ഈ ഫംഗസൈഡ് മുഴുവൻ ഊറ്റിക്കഴിഞ്ഞാൽ ഈ ബാക്ടീരിയകൾ മുഴുവൻ ചത്തുപോകും. ഇത് ഞാൻ ഉണ്ടാക്കുന്നതൊന്നുമല്ല, ഇത് നമ്മുടെ ഐസിആറിൻ്റെ ബാക്ടീരിയകളാണ് ഇത്. പിന്നെ അവരുടെ തന്നെ NPK ഉണ്ട്. അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, ഇത് മൂന്നും അടങ്ങിയ ബാക്ടീരിയകളാണ്. NPK. ഇത് അതിൻ്റെ അകത്തെ സംവിധാനം കാണിക്കാം, അവരങ്ങനെ ഇറക്കിയിരിക്കുന്നു. ഇത് ഒരു കാപ്സൂളിൻ്റെ അകത്ത് 10 ലിറ്റർ ലിക്വിഡ് അടങ്ങിയ കൗണ്ട് ഇതിൻ്റെ അകത്തുണ്ട്. അതായത് 1 ട്രില്യൺ ബാക്ടീരിയ എന്ന് അവർ പറയുന്നത്. മനസ്സിലായോ? ഇതിൻ്റെ അകത്ത് മുഴുവൻ ഇവർ ഈ എയർ കയറിയാലും ഇതിൻ്റെ അകത്ത് ഇത് നിൽക്കണം. മനസ്സിലായോ? ഇതാ കാപ്സൂള്. ഇത് 8 മണിക്കൂർ വെള്ളത്തിലിടണം. ആ വെള്ളം എന്ന് പറഞ്ഞാൽ പ്യൂർ വെള്ളമായിരിക്കണം. നമ്മുടെ കണക്കുവെള്ളത്തിലൊന്നും കൊണ്ട് ഇടാൻ പാടില്ല. ഇതിൻ്റെ അകത്താണ് 1 ട്രില്യൺ ബാക്ടീരിയ ഉള്ളത്. എന്ന് പറഞ്ഞാൽ 10 ലിറ്റർ ലിക്വിഡ് മേടിക്കുന്നതിന് സമമാണ്. 7 കാപ്സൂൾ എന്ന് പറയുന്നത് വിവേറിയ, വെർട്ടിസീലിയം, മെറ്റാറൈസിയം, ഇത് 3 ഫംഗസുകളാണ്. അത് ഈ 7 കാപ്സൂൾ എന്ന് പറയുന്നത് ഇത് 3 എണ്ണം തീറ്റയാണ്. നമ്മൾ വെള്ളത്തിലിടുമ്പോൾ അതിന് തിന്നാൻ വേണം. ആ തിന്നാൻ വേണമെങ്കിൽ ഈ 2 കാപ്സൂളുകൾ അതിൻ്റെ ആഹാരമാണ്. അങ്ങനെ അത് 4 മണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഇത് വെള്ളത്തിലിടണം.
എങ്കിൽ മാത്രമേ ഈ 3 ഫംഗസുകളും കൂടെ ജോയിൻ്റ് ആവുള്ളൂ. അതിന് തീറ്റയാണ്. ഇതൊരു കമ്പനി ഇറക്കുന്നതാണ്. ഇത് കമ്പനി ഏതാണെന്ന് പറയുന്നില്ല. ഇത് എൻഡോഗിൽ എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഇത് ഇറക്കുന്നത്. ഇത് ഇന്ത്യയിലെ എല്ലാ പ്രമുഖ കമ്പനിയുടെ ഈ കാപ്സൂൾ ഞാനിപ്പോൾ എടുത്തു കഴിഞ്ഞു. പിന്നെ ഉള്ളത് ഇത് വേറൊരു കമ്പനിയുടെയാണ്. ഇത് 2 കാപ്സൂളായിട്ടാണ് ഇടുന്നത്. ഇത് 2 കാപ്സൂൾ. ഇതിൻ്റെ അകത്ത് 1 ട്രില്യൺ ബാക്ടീരിയ ഉണ്ട്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ 3 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ അടിച്ചിരിക്കണം. അടിക്കുക തുടങ്ങണം. വെള്ളത്തിൽ ഒത്തിരി സമയം ഇടാൻ പറ്റില്ല. പക്ഷെ ഇതെന്ന് പറയുന്നത് ഞാൻ ഈ കാണിച്ച ICRന്റെ സാധനം എന്ന് പറയുന്നത് ഈ 2 മില്യൺ അതെന്ന് പറയുമ്പോൾ എത്ര ലിറ്ററിനുള്ള വരും അത്? ഇതിപ്പോൾ 400 ലിറ്ററിനുള്ളതാണ്. ഈ ഒരു 400 ലിറ്റർ. മറ്റേതാ ഇതെന്ന് പറയുന്നത് 200 ലിറ്ററിനുള്ളൂ. ഇത് 400 ലിറ്ററിനുള്ളൂ. അതിൻ്റെ ആഹാരം കൂട്ടിയ അത് നമ്മൾ ആദ്യം 1 ലിറ്റർ വെള്ളത്തിൽ ഈ 7 ഗുളികൾ വിടണം. ഇട്ട് 4 മണിക്കൂർ കഴിയുമ്പം ഈ ഫംഗസുകൾ വളരാനുള്ള ആഹാരവും അതിനുള്ള സെറ്റപ്പും ആവും. അത് കഴിഞ്ഞാണ് നമ്മൾ വെള്ളത്തിൽ കൂട്ടുന്നത്. 400 ലിറ്റർ വെള്ളത്തിൽ കൂട്ടിയാണ് ഇത് അടിക്കുന്നത്. ഇത് നമുക്ക് എണ്ണ മുടക്കം വരുന്നത് ഇതിപ്പോൾ ഒരെണ്ണത്തിൻ്റെ 618 രൂപ വരും. ഈ ഒരു സ്ട്രിപ്പ് എന്നാ പറയുന്നത്. ഒരു സ്ട്രിപ്പിന് 618 രൂപ. ഇത് കമ്പനിയിൽ ഞാൻ നേരിട്ടെടുക്കാം. അതിൻ്റെ തന്നെ ഇപ്പൊ വേറൊരു കമ്പനിയുടെ ഒരു പ്രമുഖ കമ്പനിയുടെ ബാസിലസ് തുറിഞ്ചി ഞാൻ എടുത്തു. അത് അവർ പൗഡർ ഫോമിലാണ് ഇറക്കുന്നത്. അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് സാധനമേ ഇല്ല. അങ്ങനെയാണ് കൃഷിക്കാർക്ക് അർത്ഥം പറ്റുന്നത്. ഇതിൻ്റെ അകത്ത് ഈ സാധനം ഉണ്ടോ ഇല്ലയോ എന്ന് കൂടെ നമ്മൾ നോക്കണം. ഈ ഇംഗ്ലീഷ് മരുന്നുകളാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ ഒരു മാർഗവുമില്ല. പക്ഷേ ഈ ബയോയ്ക്കകത്ത് നമുക്ക് മുഴുവൻ ചെക്ക് ചെയ്യാം. അതെങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാശ് മുടക്കുന്ന 50,000 മുടക്കത്തില്ലേ? അത് ചെയ്താൽ നമുക്ക് ഈ സാധനം ഈ കമ്പനി ഇത് കളിപ്പേരാണോ അല്ലയോ എന്നുള്ളത് കൃത്യം നമുക്കറിയാം. ഈ വെള്ളത്തിലിട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ ഇത് ബാസിലസ് ലിച്ചിനിസ്പുറമസ് എന്ന് പറയുന്ന നമ്മുടെ ICR ഇറക്കുന്ന ഇത് നമ്മൾ അതായത് ഈ നമുക്ക് കൃഷിക്കാർ കേട്ടിട്ടുള്ള 2 ബയോയെ കേട്ടിട്ടുള്ളൂ. ഒന്ന് സൂഡോമോണസ്, ട്രൈക്കോഡർമ. ഈ ട്രൈക്കോഡർമ എന്ന് പറയുന്നതിനകത്ത് ഒത്തിരി സ്പീഷ്യസ് ഉണ്ട്. ആ ഒത്തിരി സ്പീഷ്യസിൽ 2 സ്പീഷ്യസ് ആണ് നമ്മൾ സാധാരണ കൃഷിക്കാർ ഉപയോഗിക്കുന്നത്, വീരിടും ഇതും. അപ്പോൾ ഈ 2 സ്പീഷ്യസ് നമ്മൾ ഡൈക്കോഡർമ എന്ന് പറഞ്ഞ ഓർമ്മയ്ക്ക് മേടിക്കും. അതിൻ്റെ അകത്ത് ഏതാണെന്ന് നമുക്കറിയത്തില്ല. അറിയണമെങ്കിൽ അത് പഠിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ എന്ന് പറയുന്നത് നമ്മളിത് ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൂഡോമോണസ് എന്ന് പറയുന്നത് ബാസിൽസ് വിഭാഗത്തിൽപ്പെടുന്ന, ബാസിൽസ് എന്ന് പറയുന്ന ഒരു ഫുൾ നെയിമാണ്. ഒരു വിഭാഗത്തിന്റെ കോടിക്കണക്കിന് ബാക്ടീരിയകളുള്ള ഒരു മദറല്ല ഒരു ഹോമാണ് ഈ ബാസിൽസ്. ബാസിൽസിന്റെ അകത്ത് ഈ സപ്ലിസ്, സുറിഞ്ചി, ലിച്ചിനോ, ഇങ്ങനെ ഒത്തിരി അനേകായിരം സ്പീഷീസ് ഉണ്ട്. അത് കൃഷിക്കാർക്ക് ആവശ്യമുള്ള സ്പീഷീസ് എന്ന് പറയുന്നത് 4-5 സ്പീഷീസ് ഉള്ളൂ. ആ 4-5 സ്പീഷീസിനെ നമുക്ക് ഇതുപോലെ ഇപ്പം വിടുന്നുണ്ട്. നമുക്ക് കിട്ടും, മേടിക്കാൻ വിപണി കിട്ടും. അപ്പം നമ്മൾ ഇത് നേരിട്ട് ഇങ്ങനെ വാങ്ങിക്കുകയാണെങ്കിൽ മറ്റേ ഈ വിപണിയിൽ കിട്ടുന്നതിനേക്കാളും വില കുറച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇത് കണ്ട, ഇതൊരു കാപ്സൂളിന് ട്രൈക്കോഡർമയുടെ നമ്മുടെ ICRന്റെ ഒരു കാപ്സൂളിന് 120 രൂപ വരെയുള്ളൂ. നമ്മളിപ്പോൾ വെളിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ലിക്വിഡ് വാങ്ങിക്കണം. ഒരു കാപ്സൂൾ ഞാൻ പറഞ്ഞല്ലോ 10 ലിറ്റർ. അപ്പോൾ 1 ലിറ്റർ സാധനം നമുക്ക് മേടിക്കണമെങ്കിൽ ഇപ്പോൾ പ്രമുഖ നല്ലൊരു കമ്പനിയുടെ മേടിക്കണേ 550 രൂപ 1 ലിറ്റർ. അതിന് പകരം 120 രൂപ. 120 രൂപ ഉള്ളൂ ഒരു ക്യാപ്സൂൾ. പിന്നെ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില കാപ്സൂൾ ചിലപ്പം ഇതായിപ്പോവും, ബാടായിപ്പോവും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുണ്ടാക്കുന്ന സമയത്ത് നിർമ്മിക്കുന്ന സമയത്ത് എന്തെങ്കിലും കാലാവസ്ഥയിലോ അല്ലെ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നാൽ ഈ സാധനം നശിച്ചിരിക്കും. അതിനാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നോക്കണമെന്ന് പറഞ്ഞത്. ഞാനൊരു കമ്പനിയുടെ 10 ലിറ്റർ സാധനം ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സാധനം വെറും പാടാണ്. അങ്ങനെ അത് ഞാൻ ഊറ്റിക്കളയത്. അപ്പം അത് കാപ്സൂളിൻ്റെ അകത്ത് അത്രയും ഉണ്ടാകുന്നില്ല. കാരണം കാപ്സൂൾ എന്ന് പറയുന്നത് ഒരു കാപ്സൂൾ ഉണ്ടാക്കണമെങ്കിൽ കമ്പനിക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ഫാക്ടറികളാണ്. ഫാക്ടറി അല്ല, അതിൻ്റെ മിഷൻ സംവിധാനങ്ങളാണ് ഈ കാപ്സൂൾ ഉണ്ടാക്കണമെങ്കിൽ. അതുകൊണ്ട് എല്ലാ കമ്പനിക്കും ഇല്ല. ഇന്ത്യയിൽ 4-5 കമ്പനിക്കേ ഉള്ളൂ.
ഈ കാപ്സൂൾ ഇറക്കുന്നത്. അത് ICR ഇപ്പോൾ ഇറക്കുന്ന കോഴിക്കോട് 3 ഉള്ളൂ. 3 കാപ്സൂളെന്ന് പറഞ്ഞാൽ ഒന്ന് ട്രൈക്കോഡർമ, ഒന്ന് NPK, ഒന്ന് ബാസിൽസ് സപ്ലീസ് സുരുച്ചി ഇറക്കുന്നില്ല, പിന്നെയുള്ളത് ബാസിൽസ് ലിച്ചിനിസ്, പിന്നെ ട്രൈക്കോഡേ ഓർഡറേ ഉള്ളൂ. പിന്നെയുള്ളത് അവരിറക്കുന്നത് ഇല്ല, അത്രയേ ഉള്ളൂ. 3-4 കാപ്സൂളേ. ഇത് നമ്മൾ ഈ ബാക്ടീരിയ ഉപയോഗിക്കുമ്പോഴേ നമ്മളത് കയ്യാലും ദേഹത്തും പറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം ഇല്ല. ഈ കാപ്സൂളൊക്കെ നമ്മുടെ ഉള്ളിൽ പോയാലും കുഴപ്പങ്ങളില്ല. ഇല്ല. ഈ സൂഡോമോണസിനുണ്ടെന്ന് പറയുന്നു, പക്ഷെ ഇതുവരെ ഒരു ശാസ്ത്രം തെളിയിച്ചിട്ടില്ല ഉള്ളിൽ പോയാൽ. കാരണം ഇതെല്ലാം എന്നാ വെച്ചാൽ നമ്മുടെ ഉമിനീര് ചെല്ലുമ്പോൾ ഇതെല്ലാം ചത്തുപോകും. ഇപ്പം ഞാൻ ചോദിക്കും, ഇത് ഉപയോഗിച്ചിട്ട് മറ്റേ കെമിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം റിസൾട്ട് പോവുകയല്ലേ? കെമിക്കലിൽ ഉപയോഗിക്കാൻ ഞാൻ തുടങ്ങുമോ? അങ്ങനെയല്ല, വേറെ ഒരാളങ്ങ് തുടങ്ങിയാൽ അതിന് കെമിക്കൽ ഉപയോഗിച്ചിട്ട് ഇത് കഴിഞ്ഞാൽ മൊത്തം ചത്തു പോവുകയല്ലേ? അത് ഫംഗസൈഡുകൾ ഉപയോഗിക്കാറുണ്ടാവും. ഫംഗസൈഡുകൾ ഉപയോഗിക്കും. അതായത് നമ്മൾ ഒരു കാരണവശാലും, എനിക്ക് പറയാറുള്ളത്, ഒരു കാരണവശാലും ഒരു ഫംഗസുകളും നമ്മുടെ മണ്ണിൽ ഊറ്റരുത്. അതായത് നമ്മുടെ മണ്ണിൽ കോടാനുകോടി ബാക്ടീരിയകളുണ്ട് നിലവിൽ. അത് നമുക്ക് ശല്യമുള്ള ബാക്ടീരിയകൾ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഫംഗസ് ആണെങ്കിലും ഈ പീത്തിയ പോലുള്ള, അതല്ലെങ്കിൽ നമ്മുടെ അഴുകലിലുള്ള ഫൈറ്റത്തോറ പോലുള്ള ചില കുമ്പളുകൾ മാത്രമേ നമുക്ക് ദോഷങ്ങളുള്ളൂ. ബാക്കി അനേകായിരം ഫംഗസുകൾ നമ്മുടെ മണ്ണിലുണ്ട്. ഈ ബാക്ടീരിയ ഫംഗസ് രണ്ടാണ്. ഈ എല്ലാ മനുഷ്യരും, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കുന്നത് സൂഡോമോണസും ഈ ട്രൈക്കോഡർമയും ചെയ്താൽ എല്ലാ കീടങ്ങളും ചാകും, അല്ലെ എല്ലാ ഫംഗസുകളും ബാക്ടീരിയയും ചാകില്ല. പക്ഷെ ഒരിക്കലും തെറ്റാതെ ഈ ഞാൻ പറഞ്ഞില്ലേ, ബാസിൽസിൻ്റെ അകത്ത് തന്നെ 4-5 സ്പീഷീസ് നമുക്ക് കൃഷിക്കാർക്ക് ആവശ്യമുണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ICR ഇറക്കുന്ന. പക്ഷെ ഇവിടെ ഒരു മനുഷ്യരും അറിയത്തില്ല. നമ്മുടെ ICR അത് നമുക്ക് പറഞ്ഞു തരാറുമില്ല. നമ്മുടെ ICR ഇറക്കുന്ന നമ്മുടെ ഈ ഗവേഷണ കേന്ദ്രം ഒത്തിരി ഉണ്ട്. നമുക്കിത് ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ? ഇത് യഥാർത്ഥ ബാസിലസ് നമുക്ക് ഈ ഇലപ്പുള്ളി രോഗം ഇങ്ങനെയുള്ള സാധനത്തിലെല്ലാം ഇത് കൺട്രോളാണ്. ഇത് സൂഡോമോണസിന്റെ കൂട്ടത്തിൽ ഈ ബാക്ടീരിയ എല്ലാം ചേർത്തടിക്കാം. നമുക്ക് ബാസിലസിന്റെ 3 വിഭാഗവും കൂട്ടിയടിക്കാം. അത് സപ്ലൈസും ഇതും ഈ ലിച്ചിലിയും ഇതെല്ലാം കൂട്ടിയടിക്കാം. ഇതെല്ലാം ബാസിലസ് വിഭാഗത്തിൽപ്പെടുന്ന സാധനങ്ങൾ. ഇതൊന്നും ഒരു കൃഷിക്കാരെയും ആരും പഠിപ്പിക്കാറില്ല. ഇല്ല, ഇത് ഞാനിപ്പോൾ ആദ്യം കേട്ടിട്ടുണ്ട്, പക്ഷെ ഉപയോഗക്രമത്തെക്കുറിച്ച് നമുക്കറിയില്ല. ഇത് ട്രൈക്കോ ക്യാപ്ല, അതായത് ട്രൈക്കോഡർമയുടെ കാപ്സൂളായത്. ഇത് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല. എനിക്ക് കോഴിക്കോടുകാരന്നേരം വിളിച്ച് പറയുന്നുണ്ട്. ഇത് കോഴിക്കോട് നിന്ന് ഇറക്കുന്ന ICR ഇറക്കുന്ന ഇതിലെല്ലാം ഇതിന്റെ പുറത്ത് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. മൊത്തം കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഈ ഇന്ത്യയെ കണ്ടുപിടിച്ചതൊന്നും അല്ല. ഇത് പല ശാസ്ത്രജ്ഞന്മാർ പല രാജ്യങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ മതി. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഈ കെമിക്കൽ കെമിക്കൽ കമ്പനി ആയിട്ട് എന്തൊക്കെ ആർക്കൊക്കെ ചില ധാരണകളുണ്ട്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ കിലോ കണക്കിനോ അല്ലെങ്കിൽ ജാറ് കണക്കിനൊന്നും സാധനം ഊട്ടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ അകത്ത് പറയുന്നത് 1 ട്രില്യൺ ബാക്ടീരിയ ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറയും. ഇപ്പൊ ഞാൻ ഒരു കമ്പനിയുടെ പരസ്യമില്ല, ഇത് ICRന്റെ, ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രസ്ഥാനം. NPKയുടെ ഒരു കാപ്സൂള് ഇതുപോലെ 10 ലിറ്റർ വേണം. NPKയുടെ ഈ നമുക്ക് തന്നെ ഈ ICRന്റെ ഈ വന്ന മുമ്പ് കാണിച്ചൊരു കാപ്സൂളില്ലേ, ആ ഒരു കാപ്സൂളിൽ ഇതുപോലെ 10 ലിറ്റർ വാങ്ങിക്കണം. അപ്പം മറ്റേ ഇത് വേറെ പറഞ്ഞാൽ നമ്മൾ കാണിക്കാറുണ്ട് ക്യാപ്സൂൾ ഇതല്ലേ? ഇത് അതിൻ്റെ അകത്തുള്ള ഒരു കാപ്സൂള് നമ്മൾ 10 ലിറ്റർ സാധനം ഇത് വാങ്ങിക്കണം കേട്ടോ. 1 ട്രില്യൺ ബാക്ടീരിയ ഇതിൻ്റെ അകത്തുള്ളത്. ഇത് ഒന്ന് പറഞ്ഞാലേ ഇത് കൂട്ട് ഒരു ക്യാപ്സൂൾ എന്ന് പറയുന്നത് നമുക്ക് ഇത് 10 ലിറ്റർ ലിക്വിഡിന് തുല്യ. അപ്പം ഇത് കൂട്ട് ഒരെണ്ണം വാങ്ങിച്ചാൽ മതി അല്ലേ? ഇത് കൂട്ട് ഒരെണ്ണം വാങ്ങിച്ചാൽ അപ്പം ഇതിൻ്റെ യഥാർത്ഥ വില എന്നാ വരുന്നത്? അത് ഇപ്പം എനിക്ക് വില പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അത് കമ്പനി ഇപ്പോടെ ഉണ്ട്. ഞാനിപ്പോൾ കാർബൺ ഡയോക്സൈഡും ടെക്സോയും ഇതെല്ലാം ഇഷ്ടം പോലെ ഊറ്റിയ ഒരാളാണ്. ലാസ്റ്റ് വളമിട്ടിട്ട് എടുക്കാതെ വന്നപ്പോഴാണ് ഇത് എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ 1 വർഷം ഞാൻ 2 കൽപ്പിച്ച് ചെടിക്ക് വിട്ടുകൊടുത്തു, ഒരു സാധനം കൊടുക്കാതിരുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഈ ബാക്ടീരിയയെ പറ്റി പഠിക്കുന്നത്.
അപ്പോൾ അത് മനസ്സിലാകുന്ന കൃഷിക്കാർക്ക് ഒത്തിരി അത്യാവശ്യം കുറേ ബാക്ടീരിയകൾ വേണം, ഫംഗസുകളും വേണം. ഇതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മണ്ണിൽ ഇതിനെല്ലാം ഊറ്റി കൊന്നവച്ച് നമ്മൾ ഈ സാധനങ്ങൾ ഇല്ലാതെ അല്ലെ ഇവര് ഗവേഷകർ പറയട്ടെ, ഈ ബാക്ടീരിയ ഇല്ലാതെ ഏതെങ്കിലും ഒരു വളം കൊടുത്ത് NPK-യുടെ നൈട്രജനോ ഫോസ്ഫറസോ പൊട്ടാഷോ അല്ലെ സിങ്കോ മഗ്നീഷ്യോ ഏത് സാധനം കൊടുത്തുന്നോ ചെടിയെന്ന് എടുക്കുമോ ഇല്ലോ എന്ന് ചോദിച്ചു നോക്കാം. ഒരു സാധനം എടുക്കത്തില്ല. അല്ല, അതാ മനസ്സിലാകാത്തൊരു കാര്യം. ബാക്ടീരിയ കൊണ്ട് മാത്രമേ മണ്ണിനെ വിഘടിപ്പിച്ച് ഈ വളത്തിനെ വിഘടിപ്പിച്ച് അവന്റെ സതുലാവസ്ഥയിലേക്ക് വിടുകയുള്ളൂ. അല്ല, ഞാൻ പറയുന്നത് ചോദിച്ചാൽ ഇത് വലിച്ചെടുക്കേണ്ടിയ ഫംഗസുകളെ കൊല്ലാനുള്ള സാധനം കൊടുക്കുന്നു. തിരിച്ച് അതിനെ അതിൻ്റെ അകത്തേക്ക് വേറൊരു ശരിയായ നല്ല ബാക്ടീരിയ കൊടുക്കുന്നുമില്ല. പിന്നെ ഈ ചെടി എങ്ങനെ വളരും? വളരെയല്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം വിപണി പല പല സാധനങ്ങൾ ഇങ്ങനെ പണ്ട് ഓർമ്മ ഉണ്ടായിരുന്നുള്ള നമ്മളതിനെ ചെയ്തായിരുന്നു മറ്റേ ഹൈഡ്രജൻ പ്രോഡക്ട്സ്. അതെല്ലാം മണ്ണിലുള്ള എല്ലാ ബാക്ടീരിയ കൊല്ലും. അതായത് ഈ ബാക്ടീരിയ ഇല്ലേ, ഇപ്പൊ ഈ പറയുന്ന ബാക്ടീരിയകളെ മുഴുവൻ ഞങ്ങൾ അടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചെടുക്കും. കലക്കവെള്ളമോ അങ്ങനെയുള്ള വെള്ളമൊന്നും എടുക്കുകയില്ല. ഒരുവിധം നല്ല വെള്ളത്തിലാണ് എടുക്കുന്നത്. എന്നിട്ട് വേണം ഇത് അടിക്കാൻ. സൂഡോമോണസും ബാസിലസും ഇതെല്ലാം ചേർത്ത് നമുക്ക് അടിക്കാം. എല്ലാവിധ കേടുകളും ഇതിൽ നിന്ന് മാറും. എല്ലാ കേടുകളും മാറും. ഫിസേറിയത്തിന് ഞാൻ ഒറ്റ കാര്യം വെല്ലുവിളിക്കുന്നു. ഫിസേറിയത്തിന് ഏതെങ്കിലും ഒരു മരുന്ന് ഫിസേറിയം അടിച്ച് ഒഴിച്ച് അതിനെ കൊന്നു തരാമെങ്കിൽ കൊറോണയെ കൊല്ലാൻ പറ്റുമായിരുന്നു. കൊറോണ വൈറസാണ്. ഈ ബാക്ടീരിയ ഫംഗസിനെ നമുക്ക് കൊല്ലാൻ പറ്റും, പക്ഷെ വൈറസിനെ കൊല്ലാൻ ഒരു കമ്പനി ഇതുവരെ മരുന്നിറക്കിയിട്ടില്ല. അതായത് ഫിസേറിയ എന്ന് പറയുന്നത് വൈറസാണ്. ഈ വൈറസിനെ കൊല്ലാൻ ഒരു മരുന്നുകളും ഇല്ല, നിലവിലില്ല. പിന്നെ ഇത് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഏറ്റവും നല്ലതാണ് ഈ ബാസൽസ് വിഭാഗത്തിൽപ്പെടുന്ന സാധനങ്ങൾ സൂഡോയിൽ. ഈ ബാസൽസിൽ നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത് ഒരു 3 ബാസൽസിന്റെ 3 സ്പീഷീസ് ഉണ്ട്. ആ 3 സ്പീഷീസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്താൽ ഒരു വൈറസുകളും ആ കാട്ടിലേക്ക് വരികയില്ല.